മാരുതി സുസുക്കി ഏതൊരു വാഹന പ്രേമിക്കും ഈ പേരിനോട് അല്പം അടുപ്പം കൂടുതലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്ന കഥയാണ് മാരുതി സുസുക്കിയുടേത്. 1981 മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന പേരിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം സാധാരണക്കാർക്ക് സ്വന്തമായി ഒരു കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ സുസുക്കിയുമായി സഹകരിച്ച് 1983 പുറത്തിറങ്ങിയ മാരുതി 800 ഇന്ത്യൻ വാഹന ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. 47,000 രൂപയായിരുന്നു അന്ന് കാറിന്റെ വില. ഇന്ധനക്ഷമതയും കുറഞ്ഞ പരിപാലന ചെലവുമുള്ള ഈ കാർ മധ്യവർഗത്തിന്റെ ഇഷ്ട കാറായി മാറി. ഇതോടെയാണ് മാരുതിയുടെ കുതിപ്പ് ആരംഭിക്കുന്നത്. 1980കളും 90കളും മാരുതിയുടെ സുവർണകാലമായിരുന്നു. ഒമ്നി, ജിപ്സി, എസ്റ്റീം, വാഗണാർ, ഓൾട്ടോ, സ്വിഫ്റ്റ്, ഡിസയർ തുടങ്ങിയ മോഡലുകൾ വിപണിയെ കീഴടക്കി. ഇന്ത്യയിലുടനീളം വ്യാപിച്ച ഡീലർ ശൃംഖലയും മികച്ച റീസെയിൽ മൂല്യവും മാരുതിയെ രാജ്യത്തെ നമ്പർ 1 കാർ ബ്രാൻഡാക്കി മാറ്റി. 2007 സുസുക്കിയുടെ ഓഹരി വർദ്ധിച്ചതോടെ കമ്പനി മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറി. എന്നാൽ 2010കളുടെ അവസാനത്തോടെ സ്ഥാപനത്തിൽ കിതപ്പിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ഉപഭോക്താക്കൾ SUV-കളിലേക്ക് മാറിയപ്പോൾ ആ വിഭാഗത്തിൽ മാരുതി പിന്നിലായി. കർശനമായ സുരക്ഷാ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് പിന്മാറ്റം, സുരക്ഷാ റേറ്റിംഗുകളെ കുറിച്ചുള്ള വിമർശനങ്ങൾ എന്നിവ കമ്പനിക്ക് തിരിച്ചടിയായി. മാത്രമല്ല ടാറ്റ, ഹുണ്ടായി, കിയ, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾ ശക്തമായ മത്സരമുയർത്തി. കോവിഡ് മഹാമാരിയും ചിപ്പ് ക്ഷാമവും ചെലവ് വർധനവും മാരുതിയുടെ വിൽപ്പനയെ ബാധിച്ചു. ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായിട്ടുണ്ടെങ്കിലും വിപണിയിലെ ആധിപത്യം നന്നേ കുറഞ്ഞു. എന്നാൽ ഇതൊരിക്കലും മാരുതിയുടെ അവസാനമായി കാണരുത്. SUV-കൾ, ഹൈബ്രിഡ് വാഹനങ്ങൾ, കയറ്റുമതി, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാരുതി വീണ്ടും കുതിപ്പിനൊരുങ്ങുകയാണ്.